ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി പരിചയപ്പെടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് ചെറിയ ജീരകം കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി അത് അവിടെ തിളക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് 2 നേന്ത്രപ്പഴമാണ്. അത്യാവശ്യം പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കിതിലേക്ക് പഴം ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നമ്മൾ വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളത്തിലേക്ക് ഇതിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് വെട്ടി തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു പുട്ടുപൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമ്മുടെ ഈ ഒരു പൊടി നന്നായിട്ടൊന്ന് വാടി കിട്ടണം. അപ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അത് 1 സ്പൂണൊക്കെ തന്നെ മതിയായിരിക്കും. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു തവി വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി എല്ലായിടത്തും എത്തുന്നത് പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ആ വലിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എള്ളൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് ഇങ്ങനെ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ലഡുവിൻ്റെയൊക്കെ ഒരു വലുപ്പത്തിലുള്ള ബോൾസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി ഞാനിതെല്ലാം ഇഡ്ഡലിത്തട്ടിലേക്കാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചിരകിയത് കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊരു ഇഡ്ഡലിത്തട്ടിൽ വെച്ചിട്ട് ഒരു 7-8 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയാവുന്നതാണ്. നമ്മൾ ഓൾറെഡി ഇത് ഒന്ന് വാട്ടിയെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെയുള്ള പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല റെസിപ്പികളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുതേ.